റാഗി മുദ്ദ എന്താ അതിൻ്റെ അർത്ഥം എന്തോ നമ്മൾ നല്ല റാഗി മുത്ത എന്നൊക്കെ വിളിക്കുന്ന മാതിരിയില്ലേ. ഹോംലി വ്ളോഗ്സ് 1111 എന്നാണ് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ പേര്. അതുകൊണ്ട് തന്നെ എൻ്റെ പേര് അറിയാൻ സാധ്യതയില്ലല്ലോ. ഞാൻ രശ്മിയാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ റാഗി മുദ്ദയില് നെയ്യ് ഒഴിച്ച് എൻ്റെ മുകളിൽ കൂടെ കുറച്ച് ചിക്കൻ കറി ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കാൻ പോവാണ്. ഞാനിത് ഫസ്റ്റ് ട്രൈ ആണ്. ഞാൻ ട്രൈ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ വീഡിയോ ചെയ്യണത്. സൂപ്പർ ആയിട്ടായിരുന്നു കേട്ടോ, കിഡുമായിരുന്നു. ആന്ധ്ര, കർണാടക അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലുള്ള ഒരു ഏറ്റവും സ്പെഷ്യൽ ഫുഡാണ് ഈ റാഗി മുദ്ദ കേട്ടോ. അതായത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ നല്ലോണം കഴിച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നൊസ്റ്റാൾജി വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഉണ്ടാവുമല്ലോ, ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് റാഗി മുദ്ദ. അപ്പോൾ അത് ഈ പറഞ്ഞ കൂട്ട് ടേസ്റ്റിന് മാത്രം ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമല്ല, ഭയങ്കര ഹെൽത്തിയാണ്. റാഗി പൊടി കൊണ്ടാണല്ലോ, റാഗി കൊണ്ടാണല്ലോ. അപ്പം നമുക്ക് അതൊന്നും ഉണ്ടാക്കാം. ഞാനിവിടെ വന്നിട്ട് 2 ഡവറ നമ്മുടെ റാഗിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ 2 ഡവറ എടുക്കുക കാരണം കൊണ്ട് 4 ഡവറ വെള്ളം എന്താ ഈ ചട്ടിയിൽ ഉരുളിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അന്ന് മാറ്റി വെച്ചിട്ടുള്ള റാഗിപ്പൊടി ഇല്ലേ, അതിനൊരു 3 സ്പൂൺ റാഗിപ്പൊടി അതിലിട്ട് കൊടുക്കുക. അത് മാത്രം കേട്ടോ, ആ പൊടി മൊത്തം ഇടരുത്. അപ്പം നമ്മൾ ഓരോ അടപ്പ് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ 1 സ്പൂണൊക്കെ പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ആ പൊടി ആ വെള്ളത്തിൽ ഇങ്ങനെ നല്ലോണം കലക്കി എടുക്കണം. തീ കത്തിച്ചിട്ട്, തീ നല്ല കമ്മിയാക്കിയിട്ട് കത്തിച്ചിട്ട് അങ്ങനെ ഇളക്കി കുറുക്കി എടുക്കണം. ഇത് മാത്രമല്ല, നമ്മളിങ്ങി ഈ ഒരു പൊടിയിൽ നമുക്ക് ഈ പൊടി വെള്ളത്തിൽ, റാഗിപ്പൊടി വെള്ളത്തിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇടാം. ശരിക്കും ഇത് കർണാടകക്കാരൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഇടില്ല അത്ര കേട്ടോ. അവർക്ക് ഇതിലേക്ക് ഉപ്പ് വേണ്ട, കറിയിലുള്ള ഉപ്പ് ആ ഒരു ടേസ്റ്റിലാണ് അവരിത് കഴിക്കുക. പക്ഷെ നമുക്കത് ശരിയാവില്ല, നമുക്ക് കുറച്ചൊരു ഉപ്പ് വേണം എന്നാലേ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ കഴിക്കണവരല്ലേ. അതുപോലെ നെയ്യാണെങ്കിലും ഒക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ കുറച്ച് റാഗിപ്പൊടി ഇങ്ങനെ നല്ലോണം തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചതിന് ശേഷം കട്ടയൊന്നും ഇല്ലാണ്ട് അതിങ്ങനെ തിളച്ച് പൊന്തൂലേ, ആ ഒരു പരുവാകുമ്പോഴാണ് നമ്മൾ അളന്ന് മാറ്റി വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ, റാഗിപ്പൊടി, അതിട്ട് കൊടുക്കേണ്ടത്. കുറെ നേരം തീ കമ്മിയാക്കിയിട്ട് ഇളക്കിയിട്ട് നല്ലോണം കൂടെ കുറുകണില്ല. അപ്പൊ പിന്നെ തീ കൂട്ടി വെച്ചു, വേറെ വഴിയില്ലാച്ചിട്ട്. അതിൻ്റെ ഇടയിൽ ഒരു പാട്ട്, ഒരു 4-5 സ്റ്റെപ്പൊക്കെ ഇട്ടിരുന്നു ഞങ്ങള് എല്ലാവരും കൂടി. അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കും, നല്ല രസമല്ലേ, സമയവും പോവും, പിന്നെ നമുക്ക് പണിയെടുക്കണ ബുദ്ധിമുട്ടും ഉണ്ടാവും. അങ്ങനെയാണ് ഇഷ്ടം. ഇത് ഞാൻ മാത്രം അടുക്കളയിൽ ഒറ്റയ്ക്ക് പണിയെടുക്കും, വിറ്റൊക്കെ കോലായിരിക്കും. അപ്പൊ കീറി അപ്പൊ ഞാൻ കലബല പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഓലങ്ങൾ വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അല്ലാണ്ട് അങ്ങോട്ട് അമ്മ പണിയെടുക്കുകയാണ് കരുതി കണ്ടിറങ്ങി വന്ന് കൂടെ സഹായിക്കുന്ന മക്കളും അല്ല കെട്ടുകനും അല്ല. അങ്ങനെയൊന്നും ആരില്ലാത്ത തെറ്റിദ്ധരിച്ചേക്കരുതേ. നമ്മുടെ ചിക്കൻ കറി സൂപ്പറായി വന്നിട്ടുണ്ട്. മസാലയ്ക്ക് നല്ല പിടിച്ചിട്ടുണ്ട്, സൂപ്പറായിരുന്നു. ഞാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ തന്നെ എന്നെ അഭിനന്ദിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഈ പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നമുക്ക് ആ പൊടി ഒന്നതിൽ വേവിച്ച് അരട്ടല്ല, എന്താ പറയാ, വാട്ടി എടുക്കാം കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് കയ്യിലിട്ട് വാട്ടി ഇളക്കല്ലേ, കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അത് ആ കറക്റ്റ് പരുവത്തിലേക്ക് കിട്ടുള്ളൂ. ചിലൊരു ചൂടുവെള്ളത്തിലൊക്കെ പെട്ടെന്ന് കുഴയ്ക്കുമ്പോൾ ഒന്നുകിൽ വെള്ളം അധികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കമ്മിയായിട്ടുള്ള പ്രശ്നം വരും. ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ പരുവത്തിൽ കിട്ടും. ഞാനിതൊരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പൊ ആ പൊടി അവിടെ അങ്ങനെ കിടക്കട്ടെ. അടിയത്തെ വെള്ളമൊക്കെ തിളച്ചിട്ട് ഈ പൊടിയുടെ മേലെ കോടെ ഇങ്ങോട്ട് പൊന്തി വരും. അപ്പൊ മാത്രം നമ്മളത് ഇളക്കാൻ പാടുള്ളൂ അത്രേ. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോ ഇതുപോലെ ചാല് പോലെ ഇങ്ങനെ നീരരുവി വന്ന് തുടങ്ങിയിട്ടോ. അപ്പൊ പിന്നെ നമുക്ക് അതൊന്ന് ഇളക്കാം. പക്ഷെ അതിന്റെ മുന്നേ ആയിട്ട് നമുക്ക് നമ്മളെ ചിക്കൻ കറി ഒന്ന് ഇളക്കി ഉപ്പൊക്കെ നോക്കി മണമൊക്കെ നോക്കി പാകമാക്കി വെക്കുക. ചിക്കനൊക്കെ വെന്തിട്ട് എല്ലുമ്പോൾ നല്ല വേറിട്ടായിരുന്നു. അപ്പൊ ആ റാഗി കറിയിൽ നമ്മുടെ റാഗി മുദ്ദയിൽ ഒഴിച്ച് വയ്ക്കാൻ നല്ല സ്വാദം ഉണ്ടാവുമല്ലോ. അപ്പൊ അതാ നോക്കിയേ, നമ്മളെ പൊടിയുടെ ഇടയിൽ കൂടെ ഒക്കെ അടിയത്തെ വെള്ളം ഇങ്ങനെ പൊട്ടി ഒലിച്ച് പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ എന്താക്കാം, നല്ലോണം വെള്ളം മേലെ കയറിയതിന് ശേഷം നന്നായിട്ട് ഇടയ്ക്ക് അങ്ങോട്ട് യോജിപ്പിക്കുക. അതൊരു റിസ്കിയാ. എന്താ വെച്ചാൽ ഇതിൽ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. കുറച്ച് പൊടിയൊക്കെ ഇളകി നല്ല സുഖാമൊക്കെ എളുപ്പം അങ്ങോട്ട് ഇളക്കി മറിച്ച് അതിനെ കട്ടയൊക്കെ എടുക്കാൻ പറ്റും. ഇതെടുക്കാൻ ഞാൻ നല്ല പാടുപെട്ടു കേട്ടോ. പൊടിയുടെ മൊത്തം മേലെ ഭാഗത്തേക്കായിട്ട് തന്നെ അടിയിലുള്ള വെള്ളം പൊങ്ങി നിറയൂ കേട്ടോ. എന്താ വെച്ചാൽ നമ്മള് പൊടിയുടെക്കാളും കറക്റ്റ് ഇരട്ടി അളവിൽ വെള്ളം എടുത്താണല്ലോ. അപ്പൊ ആ ഒരു വെള്ളത്തിൽ ആ പൊടി അങ്ങോട്ട് കലങ്ങി കുതിർന്നു കഴിഞ്ഞാല് വെള്ളം കറക്റ്റ് അളവ് പോകും കൊണ്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, ദൈവം വെള്ളം എടുത്ത് കൂടിയോ. എന്താ വെച്ചാൽ നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയല്ലേ. പക്ഷെ അവര് പറഞ്ഞ ആ ഒരു കറക്റ്റ് അളവ് തന്നെ വെള്ളം എടുത്തപ്പോ, അതായത് 1 ഗ്ലാസ് റാഗിപ്പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം, ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ പൊടിയെടുക്കാവൂ. ആ പൊടിയിൽ നിന്ന് ഒരു ശകലം പൊടിയെടുത്ത് നമ്മൾ ആ അളന്നെടുത്ത വെള്ളത്തിലിട്ടിട്ട് അത് കലക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് എക്സ്ട്രാ പൊടി വേറെ കൂട്ടരുത് കേട്ടോ. അപ്പൊ ഞാൻ ഇളക്കി കുഴങ്ങിയപ്പോ അത് ആദ്യം ഒന്ന് ഇളക്കി തന്നു. കുഴങ്ങാൻ മാത്രം വരാമത്തൊന്നല്ല, എന്നാലും ഇതിങ്ങോട്ട് ഇജിക്ക് പിടിക്കൂലോ. അപ്പൊ അതിങ്ങോട്ട് ഇളക്കി മറയ്ക്കാൻ വെക്കണം, അത്രേ ഉള്ളൂ. കാരണം ആ വെള്ള കളർ ഒന്നും പൊടിയുടെ കാണരുത്. ആ ഒരു വെള്ളത്തിൽ ആ പൊടി ഇങ്ങോട്ട് വാടി നല്ലോണം വെന്ത് കിട്ടണം. അപ്പൊ അതാ പാകമായിട്ടുണ്ട്. ഒന്ന് ചൂടാറട്ടെ വെച്ചിട്ട് അടച്ചു വെച്ചാണേ. ഇനി നമുക്ക് നല്ല ചന്തള്ള പ്ലേറ്റ് എടുത്തിട്ട് ഇത് വിളമ്പാൻ റെഡിയാക്കാം. നമ്മള്
സെറാമിക് പ്ലേറ്റുകളിൽ ഭക്ഷണം കഴിക്കണം. നമ്മളെ ഷാനുമില്ല മറ്റേ മോട്ടിവേഷൻ ക്ലാസ്. സത്യല്ലേ, നമ്മളിങ്ങനെ നല്ല പ്ലേറ്റും പാത്രമൊക്കെ മേടിച്ച് വെക്കും, എന്നിട്ട് വിരുന്നുകാർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി എടുത്തേക്കും. അപ്പൊ നമ്മളല്ലേ നമ്മൾ നന്നായി ട്രീറ്റ് ചെയ്യണം, നമ്മളല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അപ്പൊ വല്ലപ്പോഴൊക്കെ നമ്മള് ആർക്കെങ്കിലും ഒക്കെ വേണ്ടി എടുത്തുവെച്ച സാധനങ്ങളൊക്കെ ഇമ്മക്കും കൂടെ വേണ്ടി ഉപയോഗിക്കുക. അത്ര എളുപ്പത്തിലൊക്കെ കളിയും കാര്യമുള്ളൂ. നമ്മുടെ നല്ല നല്ല പ്ലേറ്റുകൾ നമുക്ക് വേണമെങ്കിൽ ഡെയിലി ഉപയോഗിക്കാം, പൊട്ടി നമുക്ക് വേറെ മേടിക്കാൻ തന്നെ വെക്കാം. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഒക്കെ ഉണ്ടല്ലോ ഈ സ്റ്റീൽ പ്ലേറ്റിൽ കഴിച്ചു വെച്ചിട്ട് അത് തന്നെ തിന്നാലാവും ഒരു സമാധാനം സംതൃപ്തിയില്ലേ. അങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്കും ഉണ്ട് കേട്ടോ. എന്നാലും ഇടയ്ക്ക് പെടുത്തച്ചതൊക്കെ ഉപയോഗിക്കലുണ്ട്. കാരണം എനിക്ക് ആ മോട്ടിവേഷൻ ക്ലാസ്സിൽ അവർ പറഞ്ഞ ഡയലോഗുകളൊക്കെ ഭയങ്കര ഹൃദയത്തിൽ തൊട്ടുപോയി. അതുകൊണ്ട് മാത്രം അല്ല, നമ്മുടെ റാഗി മുദ്ദയുടെ കാര്യം മറന്നോ ദൈവമേ. റാഗി മുദ്ദ നോക്കിയേ, കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഉരുട്ടിയെടുക്കുന്നതിന്റെ അളവും സൂപ്പർ ആയിട്ട് കിട്ടും. പച്ച വെള്ളത്തിൽ കൈമുക്കിയോ അല്ലെങ്കിൽ നെയ്യിൽ കൈമുക്കിയോ ഒക്കെ നമുക്ക് ഇതിനെ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ഉണ്ടയാക്കി എടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയണം, വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഈ ഉരുള കറക്റ്റ് ആവൂല. പിന്നെ ഈ ഉരുട്ടിയ ഉരുളയുടെ നടുക്കായിട്ട്, നമ്മുടെ റാഗി മുദ്ദയുടെ നടുക്കായിട്ട് നമ്മൾ ഒരു കുഴി കുഴിക്കണം. എന്തിനാ? ഇച്ചിരി നെയ്യ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ കുഴിയൊന്നും കുഴിക്കണ്ട, വേണേ കുഴി കുഴിച്ചോ, അതിൽ ചിക്കൻ കറി മാത്രം ഒഴിച്ച് കഴിച്ചാൽ മതി കേട്ടോ. പക്ഷെ നമ്മളിതിൽ കുഴിയെല്ലാം കുത്തി കറക്റ്റ് ആ ഒരു മെത്തേഡ് തന്നെയാണ് ഈ ഒരു സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നത്. നെയ്യെല്ലാം ഒഴിച്ച് നെയ്യിന്റെ മണ്ടയിൽ കൂടെ കുറച്ച് ചിക്കൻ കറി എല്ലാം ഒഴിച്ച് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ പോരാ. പക്ഷെ എന്താ ഒരു പ്രശ്നമുള്ള വെച്ചാല്, നമ്മളിത് തണുത്തിട്ട് കഴിക്കാൻ കാക്കരുത്. നല്ല തണുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മട്ടിക്കുള്ളൂ. നമ്മൾ ആ ചുടുക്കനെ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒപ്പി ആ ചിക്കൻ കറിയിൽ ഒപ്പി കഴിക്കുക. റാഗി മുദ്ദ ചമയ്ക്കാൻ പാടില്ല അത്രേ. നമുക്കതല്ലേ ശീലം, ഈ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ചോറ് ചമയ്ക്കണ മാതിരി ചമച്ച് തിന്നുള്ളത്. ഞാനിത് തിന്നത് ചമച്ചാണ്, എനിക്ക് അത് അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞാനിതിന്റെ ഷോർട്സ് ആദ്യം അപ്ലോഡ് ചെയ്തുല്ലോ, അപ്പൊ ഒത്തിരി പേര് അതിൽ കമന്റ് ചെയ്തു റാഗി മുദ്ദ ചമയ്ക്കാൻ പാടില്ല, റാഗി മുദ്ദ മുണിങ്ങി വിടുക അത്ര ചെയ്യുക. മുണിങ്ങി വിടാൻ എനിക്ക് പേടിയാണ്. ഇന്നിപ്പോ ഞാൻ ആലബാരൊന്നും കൂട്ടാണ്ട് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കിയത്. ചില നേരത്ത് ഉള്ളിയൊക്കെ വഴറ്റി തക്കാളിയൊക്കെ വഴറ്റി കാട്ടിക്കൂട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വകയ്ക്ക് ചിക്കൻ കറി നന്നാവില്ല. ഇന്നുണ്ടല്ലോ ജന്മാന്തര പുണ്യം, ചിക്കൻ കറിയും സൂപ്പർ, റാഗി മുദ്ദയും സൂപ്പർ. ഏട്ടൻ കുറച്ചേ കഴിച്ചുള്ളൂ, അച്ഛൻ കുറച്ചേ കഴിച്ചുള്ളൂ. ഞാനും ആദ്യം ഓരോന്നും അങ്ങനെയും കഴിച്ചു. പിന്നെ എക്സ്ട്രാ വെച്ചില്ല, അത് തിന്നില്ല, അത് കളയേണ്ടി വന്നു കേട്ടോ. എന്താ വെച്ചാൽ ചൂടാറി. അപ്പൊക്ക് മനസ്സിലായത് എന്താ വെച്ചാല് ചുടുക്കനെയാണ് ഇത് കഴിച്ചാൽ പോളൂ. പക്ഷെ ഇത് കർണാടക ആന്ധ്ര അവിടേക്കുള്ള ഒരു ഉച്ചാമ്പത്തിക്കൊക്കെ രാവിലെ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കും അത്ര. കാരണം അവർക്ക് അതങ്ങനെ ശീലം വന്നേല്ലേ, നമുക്ക് ശീലം ഇല്ലാണ്ടാവും. ഒറ്റ നേരത്തേക്കൊക്കെ ഒരു ഉണ്ട ഓരോരുത്തർക്ക് അങ്ങനെ സൂപ്പർ ആക്കിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും കഴിച്ചു നോക്കി, നല്ല ഇഷ്ടമായി. കണ്ടോ ഞാൻ ചമയ്ക്കണേനെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറിയാത്തതുകൊണ്ട് ചമച്ചാണ്. അപ്പൊ നമ്മൾ ഇനി റാഗി മുദ്ദ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചമയ്ക്കാതെ റാഗി മുദ്ദ കഴിക്കാട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ, കുഞ്ഞു വീഡിയോ ആയിരുന്നു. നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനലിലൊന്ന് കയറിയിട്ട് ബാക്കിയുള്ള വീഡിയോസും കൂടി ഒക്കെ ഒന്ന് കണ്ടു നോക്കി വെക്കണം കേട്ടോ.